നമസ്തേ. സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ഞായറാഴ്ചയും നടത്തി വരാറുള്ള കഥാർണവം, കഥയുള്ള കഥകൾ, അതിൻ്റെ 5ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയെന്ന് പറയുന്നത് ധർമ്മപുത്രർക്ക് ഭീഷ്മർ പറഞ്ഞുകൊടുത്ത ഒരു കഥയാണ്. അതായത് രാഷ്ട്രതന്ത്രത്തിൽ സന്ധി എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സന്ധി എന്ന രാഷ്ട്രതന്ത്രത്തെ ഉദാഹരിക്കാൻ ഭീഷ്മർ ധർമ്മപുത്രരോട് പറഞ്ഞ ഒരു കഥയാണ്. മൂഷിക മാർജാര സംവാദം എന്നാണ് ഈ കഥയുടെ പേരെന്ന് പറയുന്നത്. ഇപ്പോൾ സന്ധി നിയമം അനുസരിച്ച് ശക്തനായിട്ടുള്ള ഒരാളോട് നമ്മളെപ്പോഴും സന്ധി ചെയ്യണം. തുല്യ ശക്തിയുള്ളവരോടും സന്ധി ചെയ്യണം. ശക്തി കുറഞ്ഞവരോട് അവരെ തോൽപ്പിക്കുകയും വേണം, അല്ലെങ്കിൽ അവരോട് സന്ധി ചെയ്യരുത് എന്നുമാണ് സാമാന്യമായിട്ട് രാഷ്ട്രതന്ത്ര നിയമത്തിൽ പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്നത്തേത്. ഒരു കാട്ടിൻ്റെ നടുക്ക് ഒരു വലിയ മരം നിന്നിരുന്നു. വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ച ഒരു മരമായിരുന്നു അത്. ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് പലിതൻ എന്ന് പറയുന്ന ബുദ്ധിമാനായ ഒരു എലി താമസിച്ചിരുന്നു. അതിൻ്റെ കൊമ്പിൽ ലോമശൻ എന്നൊരു പൂച്ചയും താമസിച്ചിരുന്നു. നായാടിയായ ഒരു വേടൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ സന്ധ്യയാകുമ്പോഴേക്കും വന്ന് വല വയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷികളെയും മൃഗങ്ങളെയും ഇരപിടിക്കാൻ വേണ്ടി അദ്ദേഹം വല വെച്ചിരുന്നു. രാവിലെ ആകുമ്പോൾ അയാൾ വന്ന് നോക്കും, മിക്കവാറും പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ തന്നെ അതിൽ വീണിട്ടുണ്ടാവും. ഒരിക്കൽ ഈ ലോമശൻ എന്ന് പറയുന്ന പൂച്ച ആ വലയിൽ അകപ്പെട്ടു. അപ്പോൾ ഈ പൂച്ചയെ പേടിച്ച് കഴിഞ്ഞിരുന്ന എലിക്ക് ഇത് വലിയ സന്തോഷമുണ്ടാക്കി. ഇനി ഈ പൂച്ചയെ പേടിക്കാതെ സ്വച്ഛന്തമായിട്ട് സഞ്ചരിക്കാമല്ലോ എന്നുള്ള ചിന്തയിലാണ്. അങ്ങനെ ധൈര്യം കൈക്കൊണ്ട എലി പതുക്കെ ആ വലയ്ക്കുള്ളിൽ കയറി ആ വലയിൽ വച്ചിരുന്ന ഇറച്ചി കഷ്ണം തിന്നാൻ തുടങ്ങി. തൻ്റെ ജന്മശത്രുവായ പൂച്ച വലയിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ട് എലിക്ക് വളരെയധികം സന്തോഷം തോന്നി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എലി ഈ ഇറച്ചി കഷ്ണം തിന്നുകൊണ്ടിരിക്കെ മറ്റൊരു ശത്രു അവിടെ പ്രത്യക്ഷപ്പെട്ടു. മറ്റൊരു മാളത്തിൽ പാർത്തിരുന്ന ഹരിതൻ എന്ന് പറയുന്ന കീരി എലിയുടെ മണം പിടിച്ച് ഇറങ്ങി വന്നതാണ്. കീരിയെ കണ്ട് പരിഭ്രമിച്ച എലി മുകളിലേക്ക് നോക്കിയപ്പോഴോ മരക്കൊമ്പിൽ ചന്ദ്രകൻ എന്ന ഒരു മൂങ്ങ കണ്ണും മിഴിച്ച് നിൽക്കുന്നു. അങ്ങനെ താഴെ കീരി, മുകളിൽ മൂങ്ങ, വല പൊട്ടിയാൽ പൂച്ച, ഇങ്ങനെ 3 ശത്രുക്കളുടെ നടുക്കായിട്ട് പലിതൻ എന്ന എലിക്ക് കഴിയേണ്ടി വന്നു. 3 കൂട്ടർക്കും എലി ഇരയാണ്. പാകപ്പാടെ മരണകരമായ ഒരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് താനെന്ന് നമ്മുടെ എലി പലിതൻ മനസ്സിലാക്കി. പക്ഷേ എലി യാതൊരു പതർച്ചയും എനിക്കുണ്ടായില്ല. ബുദ്ധിമാനായ ആ എലി, അല്ലെങ്കിൽ തന്നെ ബുദ്ധിമാന്മാർ ആപത്തിൽ ഇളകാനോ പതറാനോ പാടില്ല എന്നതാണല്ലോ സാമാന്യ തത്വം. അങ്ങനെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം എന്താണ് എന്ന് എലി ആലോചിച്ചു. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു മാർഗം കണ്ടുപിടിച്ചു. 3 ശത്രുക്കൾ, പൂച്ച, കീരി, മൂങ്ങ. ഇവരിൽ പ്രബലനായ ശത്രു എന്ന് പറയുന്നത് പൂച്ച തന്നെയാണ്. കാരണം ബാക്കി 2 പേരെയും പരാജയപ്പെടുത്താനുള്ള കഴിവ് പൂച്ചയ്ക്കുണ്ട്. അപ്പം അങ്ങനെ പൂച്ചയെ തന്നെ ശരണം പ്രാപിക്കുക എന്ന തീരുമാനത്തിലെത്തി. പൂച്ചയെ വല്ലപാടും അനുനയിപ്പിച്ച് വശത്താക്കുക. പാപത്തിൽ ശത്രുവിനോടും ചേരാമെന്ന ഒരു ചിന്തയാണ് എലിക്ക് അവിടെ ഉണ്ടായത്. പൂച്ച വശപ്പെട്ടാൽ പിന്നെ കിരിയെയും മൂങ്ങയെയും പേടിക്കേണ്ട എന്നും എലി ധരിച്ചിരുന്നു. അവർ സ്വയമേവ പിൻവാങ്ങിക്കൊള്ളും. എങ്ങനെ ചിന്തിച്ച് എലി പൂച്ചയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട പൂച്ചേ, നിന്നോട് എനിക്ക് എത്രമാത്രം സ്നേഹമാണെന്നോ. നീ ഇത്തരമൊരാപത്തിൽപ്പെട്ടതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. നീ വിഷമിക്കേണ്ട.
ഈ ആപത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാം. നീ ജീവിച്ച് കാണണമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ ആഗ്രഹം എനിക്കാണെന്ന് നീ മനസ്സിലാക്കണം. നീ ജീവിക്കുന്നത് എല്ലാം കൊണ്ടും എനിക്ക് നല്ലതാണ്. വലയുടെ കയർ മുറിച്ച് നിന്നെ മോചിപ്പിക്കാമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എന്നാൽ എനിക്ക് നീയും ഒരു ഉറപ്പ് തരണം. പുറത്തു കിടന്നാൽ നീ എൻ്റെ നേരെ ചാടി വീണ് എന്നെ കൊല്ലരുത്. ഏതായാലും നീയും ഞാനും എത്രയോ നാളായി ഈ വൃക്ഷത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു. നീ വൃക്ഷത്തിൻ്റെ കൊമ്പിലാണെങ്കിൽ ഞാൻ ചുവട്ടിലാണെന്നല്ലേ വ്യത്യാസമുള്ളൂ. ഒരു കണക്കിൽ നമ്മൾ കൂട്ടുകാരാണ്, പരസ്പരം വിശ്വസിക്കേണ്ടവരാണ്. എന്നെ വട്ടമിട്ട് ആ കീരിയും മൂങ്ങയും നിൽക്കുന്നത് നീ കണ്ടില്ലേ? നീ എൻ്റെ സുഹൃത്താണെന്നറിഞ്ഞാൽ അവർ താനേ പിന്മാറിക്കൊള്ളും. അങ്ങനെ നീ എൻ്റെ ജീവൻ രക്ഷിക്കണം. നിന്റെ ജീവനെ ആ വേടനിൽ നിന്ന് ഞാനും രക്ഷിക്കാം. എലിയുടെ ബുദ്ധിപൂർവമായ വാക്കുകൾക്ക് വലയിൽപ്പെട്ട പൂച്ച ഇപ്രകാരം പറഞ്ഞു: ഫലിത, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ ജീവൻ രക്ഷപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുവല്ലോ. നിന്നെ എത്രമാത്രം അഭിനന്ദിച്ചാലും അധികമാവുകയില്ല. ഞാൻ ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു തരത്തിൽ നീയും ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നീ പറഞ്ഞ മാതിരി ചെയ്യാൻ ഒട്ടും താമസിക്കേണ്ട. ഞാൻ രക്ഷപ്പെട്ടാൽ എന്നും നിന്നോട് നന്ദിയുള്ളവനുമായിരിക്കും. മാത്രമല്ല, ഒരു ശിഷ്യനെ പോലെ നിന്റെ കൽപ്പനയനുസരിച്ച് മേലിൽ പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളാം. പൂച്ചയുടെ വിനയപൂർണമായ വാക്ക് കേട്ട് എലി പറഞ്ഞു: പൂച്ചേ, നീ പ്രദർശിപ്പിച്ച മഹാമനസ്കതയിൽ ഞാൻ വളരെ അധികം സന്തോഷിക്കുന്നു. എന്നാൽ ഒരു കാര്യം, നമുക്കിപ്പോൾ തന്നെ അടുത്ത് പെരുമാറാം. നമ്മുടെ പെരുമാറ്റം കണ്ടാൽ ആ കീരിയും മുങ്ങയും പിന്മാറിക്കൊള്ളും. ബലവാന്റെ സഹായമുണ്ടെന്ന് വന്നാൽ ഒരു ശത്രുവിനും കടന്നാക്രമിക്കാൻ പറ്റില്ല. പക്ഷേ നീ എനിക്ക് ഒരിക്കൽ കൂടി വാക്ക് തരണം, എന്നെ ഉപദ്രവിക്കില്ല എന്ന്. അങ്ങനെ പൂച്ച വീണ്ടും ഉറപ്പ് കൊടുത്തു, ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല എന്ന്. മാത്രമല്ല, നമ്മുടെ സൗഹാർദ്ദത്തിന് ഒരിക്കലും ഹാനി ഉണ്ടാവുകയില്ല എന്നും നീ എൻ്റെ ആത്മമിത്രമാണെന്നും കൂടി പൂച്ച പറഞ്ഞു. അങ്ങനെ പൂച്ച നൽകിയ ഉറപ്പനുസരിച്ച് എലി പൂച്ചയോട് തൊട്ടുരുമി നിൽക്കാൻ തുടങ്ങി. അസാധാരണമായ ഈ വീഴ്ച കണ്ടപ്പോൾ കീരിയും മൂങ്ങയും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതി പിന്മാറിപ്പോയി. എലി അങ്ങനെ രക്ഷപ്പെട്ടു. ശത്രുക്കൾ വിട്ടകന്ന എലിയോട് പൂച്ച നിർബന്ധിച്ചു: എത്രയും വേഗം വലക്കയർ മുറിച്ച് എന്നെ രക്ഷപ്പെടുത്തുക. എലി മനസാന്നിധ്യം കൈകൊണ്ട് പറഞ്ഞു: വലക്കയർ എപ്പോൾ എങ്ങനെ മുറിക്കണമെന്ന് എനിക്കറിയാം. ഓരോ കയർ വീതം ഞാൻ പതുക്കെ പതുക്കെ മുറിച്ച് നിന്നെ പുറത്താക്കാം. പക്ഷെ പൂച്ച ഇതിന് സമ്മതിക്കുന്നില്ല. വലയ്ക്കകത്ത് കിടന്ന പൂച്ച തിടുക്കം കൂട്ടി തുടങ്ങി: വേഗം വേഗമെന്ന്. അങ്ങനെ എലി പതുക്കെ പതുക്കെ ഓരോ കയർ വീതം മുറിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നേരം വെളുത്തു. ഈ സമയം വേടൻ വേട്ടപ്പട്ടികളുമായി വരുന്നു. പൂച്ച വല്ലാതെ പേടിച്ച അരണ്ട് എലിയോട് കേണപേക്ഷിച്ചു: എൻ്റെ പ്രിയപ്പെട്ട എലി, നീ എന്നെ ഇനിയെങ്കിലും എത്രയും വേഗം രക്ഷിക്കൂ. അങ്ങനെ വേടൻ നടന്നടുത്ത അവസാന നിമിഷത്തിൽ എലി ശേഷിച്ച കയർ കൂടി മുറിച്ചു. ഉടനടി ജീവനും കൊണ്ട് പൂച്ച മരത്തിലേക്കും എലി മാളത്തിലേക്കും പ്രവേശിച്ചു. മരക്കൊമ്പിൽ കയറിപ്പറ്റിയ പൂച്ച എലിയോട് പറഞ്ഞു: ഫലിത, നീയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ഇനിമേലിൽ നമുക്ക് സ്നേഹത്തോടെ കഴിഞ്ഞുകൂടാം. നീ അടുത്തു വരൂ. നീ എന്താണ് അകന്നു മാറിപ്പോകുന്നത്? നീ എൻ്റെ ഗുരുവും ബന്ധുവുമല്ലേ? പൂച്ചയുടെ വാക്ക് കേട്ട് ബുദ്ധിമാനായ എലി പറഞ്ഞു: ലോമശ, ഇനി നീ ഒന്നും പറയണ്ട. ആപത്ത് വരുമ്പോൾ ശത്രുവിനോടും സന്ധി ചെയ്യാമെന്നുണ്ട്. അതനുസരിച്ച് നിന്നോട് ഞാൻ സന്ധി ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നീ എന്നോടും. അല്ലാതെ സ്ഥിരമായ സ്നേഹം എന്നൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടുന്നത് വരയ്ക്കേ സ്നേഹമുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് സ്നേഹത്തിൻ്റെ ആവശ്യമില്ല. നീ നിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്, അത്ര തന്നെ. ഇനി നമ്മെ ഭരിക്കുന്നത് സ്വാർത്ഥത മാത്രമായിരിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ, ആജന്മ ശത്രുക്കളായ നമ്മൾ തമ്മിൽ ഇനി സൗഹൃദം വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. ഇതാണ് കഥയുടെ താല്പര്യം. അപ്പം അങ്ങനെ പൂച്ചയും എലിയും അവിടെ വെച്ച് പിരിയുകയുണ്ടായി. അപ്പോൾ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഗുണപാഠമാണ് ആദ്യം സൂചിപ്പിച്ചത്. ഒരു ആപത്തിൽപ്പെടുമ്പോൾ ശത്രുക്കളുമായിട്ടും സന്ധി ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ ആ ആപത്ത് വിടവാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ സന്ധി നിലനിർത്തുന്നത് ഒരുപക്ഷെ അപകടം ഉണ്ടാക്കിയേക്കാം
എന്നുള്ള ഒരു ചിന്തയും കൂടി ഇവിടെ നമുക്ക് തരുന്നു. ഇവിടെ ആപത്ത് വരുമ്പോൾ ശത്രുവിനോട് പോലും സന്ധി ചെയ്ത് രാഷ്ട്രത്തെ രക്ഷിക്കണം എന്ന സന്ധി നിയമത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ നിയമം പറയുന്നതിന് വേണ്ടി ഭീഷ്മർ ധർമ്മപുത്രരോട് പറഞ്ഞ കഥയാണ് ഇത്. ഇത് നമ്മുടെ ജീവിതത്തിലും ഇത്തരം ആപത്ഘട്ടങ്ങളിൽ ശത്രുക്കളോട് സന്ധി ചെയ്ത് രക്ഷ നേടുന്നതിൽ തെറ്റില്ല. അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും രാഷ്ട്ര വിഷയത്തിലാണെങ്കിലും അത് ശരിയാണെന്ന് സമീപകാലത്തെ അനുഭവങ്ങളും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചനാവൃതമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ രാഷ്ട്രതന്ത്രത്തിലെ സന്ധി എന്ന വിഷയത്തെ ആണ് ഈ മൂഷിക മാർജാര സംവാദം കൊണ്ട് മഹാഭാരതത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.